ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ചെറിയൊരു മസാല തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ചെറിയ സവാള നീളത്തിൽ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഈ ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഉള്ളി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ചെറിയ പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് അല്പസമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഉള്ളി ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ഉള്ളിയുടെ ചെറിയൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഈ പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്തെല്ലാം തീയൊരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പം പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിന് വേണ്ടുന്ന ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അതേ അളവിൽ തന്നെ നമുക്ക് 1 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി വേണ്ടുന്നത് മുട്ടയാണ്. ഞാനിപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട കൂടി നമുക്കിതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഈ ഒരു പോള തയ്യാറാക്കി എടുക്കുന്നതിനായി ഞാനിപ്പം ഇതുപോലെ ഒരു ചെറിയ പാനാണ് എടുത്തിരിക്കുന്നത്. അല്പം ഓയിലൊന്ന് തേച്ചെടുത്തിട്ടുള്ള പാനാണ്. ഇനി തീയൊരു ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം നമുക്കിതിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൻ്റെ പകുതി ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പകുതി മാവ് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മസാലയിൽ നിന്നും പകുതി മസാല നമുക്ക് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഒന്ന് വിതറി വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് വരുന്ന മുട്ടയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ടയൊന്ന് പുഴുങ്ങി ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഈ മുട്ടയെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ബാക്കിയുള്ള മസാല കൂടി നമുക്കിതിന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വിതറിയിട്ട് കൊടുക്കണം. ഇനി ബാക്കിയുള്ള മാവ് കൂടി നമുക്കിതിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇനിയിപ്പം ഇതുപോലെ ഒരു പഴയ പാൻ എടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമുക്കിതിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി തീയൊരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 20 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിവിടെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ സൈഡ് കൂടി ഒന്ന് മൊരിയിച്ചെടുക്കാൻ വേണ്ടി ഞാനിപ്പം ഈ ഒരു പാനിൽ ഒരല്പം ഓയിലൊന്ന് തേച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്കിതിങ്ങനെ ഒന്ന് കമത്തി കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് നമുക്കിതിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പം മുകൾ ഭാഗം കൂടി നന്നായിട്ടൊക്കെ മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ മുട്ട വെച്ച് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള എഗ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്.